യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ ഒരുപാട് സിനിമകളുണ്ട്. അവയെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ചിലപ്പോൾ സിനിമയുടെ മുഴുവൻ കഥയും ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തതായിരിക്കാം. എന്നാൽ ചില സിനിമകളിൽ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് ചില സൂചനകൾ മാത്രം നൽകാറുണ്ട്. കേരളത്തിൽ ഫേമസ് ആയ ചില കേസുകളും ചില സിനിമകളിൽ അവയെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. തൊണ്ടി മുതൽ നശിപ്പിച്ച വിദേശ പൗരനായ പ്രതിയെ രക്ഷപ്പെടുത്തിയെന്ന കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന കോടതി വിധി. ഈ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1990 ഈ കേസിന് അടിസ്ഥാനമായ ആദ്യ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് 1990 ആൻഡ്രൂസ് എന്ന ഓസ്ട്രേലിയൻ പൗരനെ 61 കിലോ മയക്കുമരുന്നുമായി പിടികൂടുന്നു. അയാളുടെ അണ്ടർവെയറിനകത്തായിരുന്നു മയക്കുമരുന്ന് സൂക്ഷിച്ചത്. ആ കേസിൽ ആൻഡ്രൂസിന് 10 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. പക്ഷേ അയാൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ആ സമയത്താണ് അയാളെ കോടതി വെറുതെ വിടുന്നത്. വെറുതെ വിടാൻ കാരണമായത് തൊണ്ടി മുതലായി കോടതിയിൽ കാണിച്ച ആൻഡ്രൂസിന്റെ അണ്ടർവെയർ അത് അയാൾക്ക് ധരിക്കാൻ കഴിയാത്തത്ര വിധം ചെറുതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. തൊണ്ടി മുതൽ ഫേക്ക് ആണെന്നും ഇതൊരു ഫേക്കായ കേസാണെന്നും പറഞ്ഞുകൊണ്ട് ആൻഡ്രൂസിനെ വെറുതെ വിടുകയും അയാൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണ് വിളിച്ച് ചോദ്യം ചെയ്യാൻ. പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കിയവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. എന്നാൽ 1996 ആൻഡ്രൂസിനെ ഓസ്ട്രേലിയയിൽ വേറൊരു കേസിൽ പിടിക്കപ്പെട്ടു. ആ സമയത്ത് അവിടുത്തെ പോലീസിനോട് ആൻഡ്രൂസ് ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഒരു കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ താൻ കൈക്കൂലി കൊടുത്ത് തൊണ്ടി മുതൽ മാറ്റിയാണ് രക്ഷപ്പെട്ടതെന്ന്. ആ വിവരം ഇന്റർപോൾ വഴി CBI എത്തുകയും 2002 കേസ് ഇവിടെ റീഓപ്പൺ ചെയ്യുകയും ചെയ്തു. 2005 അതിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുന്നത്. അവിടെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുൻ മന്ത്രിയായ ആന്റണി രാജു ചിത്രത്തിലേക്ക് വരുന്നത്. ആൻഡ്രൂസിന് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചത് സെലിൽ വിൽഫ്രഡ് ആയിരുന്നു. ആ വക്കീലിന്റെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. ആന്റണി രാജുവും കോടതിയിലെ ക്ലർക്കായ ജോസും ചേർന്നുകൊണ്ടായിരുന്നു ആൻഡ്രൂസിന്റെ യഥാർത്ഥ അണ്ടർവെയർ മാറ്റുകയും ചെറിയൊരു അണ്ടർവെയർ വെക്കുകയും ചെയ്തത്. ഈ അടുത്താണ് കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 3 വർഷം തടവ് ശിക്ഷിക്കുകയും MLA സ്ഥാനം പോലും നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. 1991 തന്നെ ഈ സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. T. ദാമോദരൻ എഴുതി GS വിജയൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ, സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആനവാൽ മോതിരം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഹെറോയിന് കിലോയ്ക്ക് 1 കോടി രൂപയിലധികം വിലയുണ്ട്. സിനിമയിൽ ഒരിടത്ത് കാണിക്കുന്നത് ഈ ആന്റണി രാജു കേസാണ്. തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ. ഡെവിൻ പക്കാർഡ് എന്ന നടനാണ് ആൽബർട്ടോ എന്ന പേരിൽ ഒരു വിദേശ പൗരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഇത് മാറിയിട്ടുണ്ടെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. തൊണ്ടി മുതൽ മാറ്റിയ കാര്യം 96 വെളിപ്പെടുത്തുന്നത്. 2025 കോടതി ശിക്ഷിക്കുന്നത്. എന്നാൽ 91 തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അതുകൊണ്ടാണ് അത് സിനിമയിൽ വന്നതും. പുനർജനി പദ്ധതിയിൽ CBI അന്വേഷണ വിജ്ഞാപനത്തിൽ തീരുമാനം ഈ മാസം അവസാനത്തോടെയെന്ന് സർക്കാർ വൃത്തങ്ങൾ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ UK ചെന്നുകൊണ്ട് പിരിവ് നടത്തിയെന്നും FCRA നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ പണം ഇന്ത്യയിലേക്ക് കടത്തിയെന്നുമാണ് കേസ്. വിജിലൻസ് അന്വേഷിച്ച ആ കേസിൽ പറയുന്ന മറ്റൊരു പേരാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ. VD സതീശന്റെ വിദേശയാത്രാ ചെലവ് വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ പദ്ധതിയുടെ പേരിൽ കല്ലിട്ടതല്ലാതെ ഒന്നും നടത്തിയിട്ടില്ല എന്ന ആരോപണവും VD സതീശൻ നേരിടുന്നുണ്ട്. സംഭവത്തിൽ FCRA നിയമലംഘനമുണ്ടെന്നും കേസ് CBI അന്വേഷിക്കണമെന്നുമാണ് വിജിലൻസിന്റെ നിലപാട്. ഈ ഒരു കേസിൽ VD സതീശനും UDF-നും ഫണ്ട് ചെയ്യുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. ഇതിന് സമാനമായൊരു സംഭവം സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ IUF-നെ ഫണ്ട് ചെയ്യുന്നത് മണപ്പാട്ടിൽ ഫിനാൻസസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. വിദേശത്ത് നിന്ന് മണപ്പാട് ഫൗണ്ടേഷനിലേക്ക് പണം വന്നതിൽ ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ്. ഇത്ര ഇമ്മൻസ് ഫണ്ടിങ് നടത്താൻ കെൽപ്പുള്ള ആളാണോ ഈ മണപ്പാട്ടിൽ ചാണ്ടി? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയിൽ IUF എന്ന് ഉദ്ദേശിക്കുന്നത് UDF-നെ തന്നെയാണ്. IUF-ന് ഫണ്ട് ചെയ്യുന്നതോ മണപ്പാട്ടിൽ ചാണ്ടിയും. മണപ്പാട്ടിൽ ചാണ്ടി എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് സുനിൽ സുഗതയായിരുന്നു. NPTVയുടെ ലാപ്ടോപ്പിലെല്ലാം തന്നെ മണപ്പാട്ടിൽ ചാണ്ടിയുടെ ഫോട്ടോ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ ഒരൊറ്റ സീനിൽ സുനിൽ സുഗത ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതും നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടിക്കാർക്കിടയിലെ പാലം, വലഞ്ഞു നിൽക്കുന്ന സഖ്യകക്ഷികൾക്കിടയിലെ. മണപ്പാട്ടിൽ ചാണ്ടി എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ രംഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ നിന്നും വെട്ടി ഒഴിവാക്കിയതാകാനാണ് സാധ്യത. IUF-ന് ഫണ്ട് ചെയ്യുന്ന മണപ്പാട്ടിൽ ഫിനാൻഷ്യൽസും UDF-ന് ഫണ്ട് ചെയ്യുന്ന മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള പേരിലെ സാമ്യം ഒരു കൗതുകം തന്നെയാണ്. കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ഉണ്ടാക്കിയ കരാറിൽ ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. ഒരു കാലത്ത് കേരള പൊളിറ്റിക്സിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് ലാവ്ലിൻ കേസ്. 95 UDF ഭരണകാലത്ത് G. കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ കരാറാണ് ലാവ്ലിൻ കരാർ. കരാറിൽ ആദ്യം വൈദ്യുതി നിലയത്തിന്റെ മെയിൻ്റനൻസ് ആയിരുന്നു. 1996 ഭരണം മാറിയപ്പോൾ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി. മെയിൻ്റനൻസിന്റെ കൂടെ പല പദ്ധതികൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങളുമായി വിപുലീകരിച്ച കരാർ പിണറായി വിജയൻ ഒപ്പിടുന്നു. വർഷങ്ങൾക്ക് ശേഷം 2006 UDF ഭരണകാലത്ത് ആ ഒരു കരാറിൽ അഴിമതിയുണ്ടെന്ന ആരോപണം വരുന്നു.
കരാർ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ 374 കോടി രൂപ കുറയുമായിരുന്നു. ആ തരത്തിൽ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയുമെന്നുമുള്ള റിപ്പോർട്ടാണ് ഇതിനെല്ലാം അടിസ്ഥാനമായത്. 2006 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പിണറായി വിജയനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ ഒരു കേസിൽ വിജിലൻസ് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്നു. അപ്പോൾ വിജിലൻസ് ഡയറക്ടറെ മാറ്റുകയും കേസ് CBIക്ക് വിടുകയും ചെയ്യുന്നു. 2009 പിണറായി വിജയനെ പ്രതി ചേർത്തുകൊണ്ട് CBI കേസ് കോടതിയിൽ സമർപ്പിക്കുന്നു. 2013 ആ കേസിൽ തിരുവനന്തപുരം കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്നു. CBI അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. 2017 ഹൈക്കോടതിയും പിണറായി വിജയനെ ആ കേസിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ കേസിൽ പിണറായി വിജയനെ ഒഴിവാക്കിയിരിക്കുന്നു. പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയല്ല എന്ന നിലയിൽ ഹൈക്കോടതിയുടെ വിധി. ഹൈക്കോടതി നൽകിയ ക്ലീൻ ചീറ്റിനെതിരെ CBI സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. മതിയായ തെളിവില്ലാത്തതിനാൽ തന്നെ 35ലധികം പ്രാവശ്യമാണ് സുപ്രീം കോടതി ആ കേസ് മാറ്റിവെച്ചത്. ആ ഒരു കേസ് അതുപോലെ തന്നെ വ്യക്തമായി പറയുന്നൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2013 മുരളി ഗോപി എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ. കോടികളുടെ അഴിമതി, സംശയത്തിന്റെ ചൂണ്ടുവിരൽ കൈതേരി സഹദേവനിലേക്ക്. ചിത്രത്തിൽ പിണറായി വിജയനുമായി സാമ്യമുള്ള കൈതേരി സഹദേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഹരീഷ് പേരടിയാണ്. ചെമ്പാട ഡാമിന്റെ അറ്റകുറ്റപ്പണിക്കും ടർബൈൻ മാറ്റിവെക്കുന്നതിനും ചെക്ക് ഡാമിന്റെ പുറംമതിൽ കെട്ടുന്നതിനുമായി ആ കഥാപാത്രത്തിന്റെ ചില ഡയലോഗിലൂടെ മാത്രമാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നത്. കനേഡിയൻ കമ്പനിയുമായി 2007 ഉണ്ടാക്കിയ കരാറിൽ കമ്മീഷൻ വേണമെന്ന് വാദിച്ചതും വാങ്ങിയതും ഞാനാണ്. വൈദ്യുത പദ്ധതിയെക്കുറിച്ചും അതിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ലാവ്ലിൻ കേസുമായി ഇൻഡയറക്ട്ലി ഒരു ബന്ധം നമുക്കവിടെ കാണാവുന്നതാണ്. ബാർ കോഴ ആരോപണത്തിൽ മന്ത്രി KM മാണിയെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കേരളത്തിലെ അവസാനത്തെ UDF ഭരണത്തെ ഇളക്കിമറിച്ചൊരു കേസായിരുന്നു ബാർ കോഴ കേസ്. പൂട്ടിയ 400ഓളം ബാറുകൾ തുറക്കാൻ വേണ്ടി KM മാണി 5 കോടി ആവശ്യപ്പെട്ടെന്നും 1 കോടി വാങ്ങിയെന്നുമായിരുന്നു ഈ കേസിലെ ആരോപണം. ബാർ കോഴ കേസിൽ വിജിലൻസ് KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. 2015 തന്നെ കേസ് വിജിലൻസ് അന്വേഷിക്കുകയും KM മാണിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോടതി ആ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. മാണിയെ കുറ്റവിമുക്തനാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി വീണ്ടും തള്ളി. ഇതിൽ മതിയായ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. കൂടാതെ ഇത്രയും ആരോപണങ്ങൾ നേരിടുമ്പോൾ KM മാണി മന്ത്രിസ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞിരുന്നു. ബാർ കോഴ കേസിൽ ഒടുവിൽ KM മാണി രാജിവെച്ചു. കോടതിയുടെ ആ ഒരു കമന്റ് കൊണ്ട് KM മാണി മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പിന്നീട് 2016 2018 എല്ലാം തന്നെ വിജിലൻസ് KM മാണിക്ക് ക്ലീൻ ചീറ്റാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. 2017 അമൽ നീരജ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമാണ് CIA. ആ ഒരു സിനിമയിൽ ഈ ഒരു ബാർക്കോയ കേസ് ഒരു സൈഡിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. ബജറ്റ് അവതരിപ്പിച്ച രീതി വെച്ചിട്ടാണെങ്കിലേ കോരസാർ ഇന്നലെ തന്നെ പള്ളിയിൽ പോയി കിടന്നതാണ്. കോരസാർ എന്നൊരു കഥാപാത്രത്തെയാണ് മാണി സാറിന് പകരം സിനിമയിൽ അവതരിപ്പിച്ചത്. രാജി അല്ലേ? ബാർ കോഴക്കെതിരെയുള്ള സമരങ്ങൾക്കിടയിലാണ് നായകന്റെ ഇൻട്രൊഡക്ഷൻ സീൻ. സിനിമയുടെ അവസാന ഭാഗത്ത് കോരസാർ രാജിവെച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. കോരസാർ രാജിവെച്ചു. കോരസാറിന്റെ ഈ രാജി നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു പത്രം സിനിമയിൽ ISRO ചാരക്കേസിനെ കുറിച്ച് പറയുന്നത്. ഡോക്ടർ അനന്തനാരായണൻ നമ്പി, കേരള എസ്.പി. ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചാനോടാ താനി സംസാരിക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച മുതൽ കേരള എസ്.പി. അച്ചടിച്ചു തുടങ്ങും ഈ ചാരക്കഥ. ഇല്ലാത്തൊരു ചാരക്കേസിൽ നമ്പി നാരായണൻ എന്നൊരു ശാസ്ത്രജ്ഞനെ കുടുക്കിയൊരു സംഭവമായിരുന്നു അത്. ഇല്ലാ കഥകൾ പടച്ചുവിടാൻ വേണ്ടി നേതൃത്വം നൽകിയത് മലയാള മനോരമയുമായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ കോൺട്രവേഴ്സി കാരണമാണ് പിന്നീട് K. കരുണാകരൻ രാജിവെച്ചതും. റോക്കറ്ററി ദി നമ്പി എഫക്ട് എന്ന R. മാധവൻ സിനിമ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ പത്രം സിനിമയിൽ അതിനുശേഷം വേറെ ചില സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ 7ാം പ്രതി ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. ഇത് സൂചിപ്പിക്കുന്നത് ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ചാണ്. 1997 കോഴിക്കോട് ബീച്ചിലെ ഒരു ഐസ്ക്രീം പാർലറിൽ പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു കേസ്. ഐസ്ക്രീം കഴിക്കുന്നവർക്ക് മയക്കുമരുന്ന് നൽകി അശ്ലീല ഫോട്ടോകൾ എടുക്കുകയും പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് സെക്സ് റാക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. പ്രായപൂർത്തിയാകാത്തവരടക്കം ഒരുപാട് വിക്ടിംസ് ഉണ്ടായിരുന്നു ഈ കേസിൽ. ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ച ഈ കേസിൽ ഒരു കോടതിയിൽ പോലും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. കേസിലെ പ്രധാന പ്രശ്നമായി വന്നത് സാക്ഷികളും വിക്ടിംസും എല്ലാവരും തന്നെ മൊഴി മാറ്റി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഇരകൾ നൽകിയ മൊഴിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി മാറ്റി നൽകിയത് സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. 5ഓളം വിക്ടിംസിന്റെ ആദ്യ മൊഴികളിൽ അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു. പക്ഷേ കോടതിയിലെത്തിയ മൊഴികളിലൊന്നും തന്നെ ആ പേരുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തെയാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നതും. പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊഴി നൽകാതിരിക്കാൻ
പണം കിട്ടിയ നീര റോസ്ലിൻ വെളിപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട 2 പെൺകുട്ടികളുടെ ശവശരീരം റെയിൽവേ ട്രാക്കിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംഭവങ്ങൾ നടന്നെന്ന് ആരോപിക്കപ്പെട്ട ബംഗ്ലാവ് ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു നിരത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കേരളം നടക്കുന്ന വാർത്തകൾ ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പണം വാങ്ങിയാണ് മൊഴി മാറ്റിയതെന്ന് ഇന്ത്യ വിഷനിലൂടെ അതിജീവിത വെളിപ്പെടുത്തി. പണം നൽകാൻ ഇടനിലക്കാരനായി നിന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവായ റൌഫ് കൂടി പല കാര്യങ്ങളും വെളിപ്പെടുത്തി. അതിനെ തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുകയും അടുത്ത ഇലക്ഷനിൽ തോൽക്കുകയും ചെയ്തിരുന്നു. ജഡ്ജിമാരടക്കം പണം വാങ്ങിയെന്ന് പറയുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോ വരെ ഇന്ത്യ വിഷൻ പുറത്തുവിട്ടു. ജസ്റ്റിസുമാരായ K നാരായണക്കുറുപ്പ്, K തങ്കപ്പൻ എന്നിവർ പണം വാങ്ങി അനുകൂല ഉത്തരവുകൾ നൽകിയെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന KC പീറ്ററാണ് വെളിപ്പെടുത്തിയത്. ഫസ്റ്റ് ഐറ്റമാണ് മന്ത്രി കുഞ്ഞു മൊയ്തീനും പെൺവാണിപ്പൂ. ഈ കേസിന്റെ അന്വേഷണമോ അതുപോലെ തന്നെ കേസ് അട്ടിമറിച്ചതിന്റെ അന്വേഷണമോ എവിടെയും എത്തിയില്ല. തെളിവുകളില്ലാത്തതിനാൽ തന്നെ ഈ കേസ് കോടതിയിൽ എവിടെയും എടുക്കുകയും ചെയ്തില്ല. ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇനിയും പറയാനുണ്ട്. അവയെക്കുറിച്ച് 2ാം ഭാഗത്തിൽ പറയണമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഇത്തരം കേസുകളുണ്ടെങ്കിൽ അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.